guys, welcome back to our channel Vibe with Letsu. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതിനു മുമ്പ് ഞാൻ പറയട്ടെ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ മാമൻ്റെ വീട്ടിലാണ്. മാമൻ ഇവിടെ ഇല്ല, മാമ ഗൾഫിലാണ്. ഇവിടെ ഇപ്പം മാമി, ഞാൻ, എൻ്റെ കസിൻ വാവയുമാണുള്ളത്. പിന്നെ അമ്മുമ്മയുണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചി ഡോക്ടറാണ്. ചേച്ചി തൃശ്ശൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അതുകൊണ്ടിപ്പോൾ ഇവിടെ ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരുന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശന്നു. അന്നേരം കരുതി രാത്രിയല്ലേ ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ട ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. പിന്നെ എനിക്ക് ബിരിയാണി ഒന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുന്ന വാവയാണ്. അവൾ പറഞ്ഞു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തരാം. അവൾ എപ്പോഴും ബിരിയാണി സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിനക്ക് ഉണ്ടാക്കി തന്ന് നോക്കാം, നീ എങ്ങനെയുണ്ടെന്ന് പറയാമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്കും ആ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, മാമി ഇവിടെ ബിരിയാണിയുടെ അരി വേവിക്കാൻ പോവുകയാണ്. നമുക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ കുട്ടി ഇതുവരെ എത്തിയില്ല ഇങ്ങോട്ട്. കുട്ടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ബിരിയാണിയുടെ അരിയൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഹായ്, കൊള്ളാം കൊള്ളാം ഗൈസ്. ഈ കുട്ടിയാണ് എനിക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഉണ്ടാക്കാം അവിടെ ബിരിയാണി. എന്തൊക്കെയോ മാമി അവിടെ അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇതാണ് എൻ്റെ മാമി. മാമി ഒറ്റയ്ക്ക് മുട്ട ബിരിയാണി വെച്ചിട്ടുണ്ടോ? ചിക്കൻ ബിരിയാണി ആരാ പഠിപ്പിച്ചേ? ഓക്കെ, മാമിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാ? അതിവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ആരും. ഇതിലാണ് ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. തട്ടിക്കൂട്ട് മുട്ട ബിരിയാണി. മുട്ട ഇവിടെ വെച്ചാൽ മതിയല്ലോ കുട്ടാ. യെസ്, മുട്ട ബിരിയാണി വെക്കുന്ന സാധനങ്ങൾ കാണിക്കൂ. ഗൈസ്, ഇത്രയും സാധനങ്ങളാണ് മുട്ട ബിരിയാണി വെക്കാൻ വേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, സവാള നമുക്ക് നേരത്തെ എടുത്തതിന്റെ പകുതി പറഞ്ഞുള്ളൂ. ഒന്നും പാഴാക്കരുതല്ലോ. അതെ 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 അതെ, ബുദ്ധി വെച്ച്. ഇതെല്ലാം നല്ല വാഷ് ചെയ്യണം ഇനി. ഓക്കെ ഗൈസ്, ഇതെല്ലാം വാഷ് ചെയ്തിട്ട് നമുക്കിതെല്ലാം അരിഞ്ഞ് പറക്കി വെക്കണം. പറക്കിന്നാണോ പെറുക്കിന്നാണോ? ഇതെല്ലാം കഴുകി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരിഞ്ഞ് പറക്കാൻ വേണ്ടിയിട്ട്. എനി ഹെൽപ്പ് ഫ്രം മീ? താങ്ക് യു ഗൈസ്. അല്ലെങ്കിലും എനിക്കൊന്നും അറിയത്തില്ല പാചകം ചെയ്യാൻ. ഇതിനാകെ അറിയാവുന്ന മുട്ട ബിരിയാണി ആയതുകൊണ്ട് അത് വൃത്തിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിന്നു കഴിയുമ്പോൾ അറിയാം. ഗൈസ്, ഞാനും മാമിയുടെ വെറുതെ നോക്കി നിൽക്കുകയാണ്. അവള് മാത്രം കിടന്ന് പണിയെടുക്കുന്നു. സാരല്ലോ മാമി, നമുക്ക് നോക്കിക്കോ എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവരല്ലേ? അതെ 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 അതെ. ഞാൻ കുക്ക് ചെയ്യും. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മുട്ട പൊരിക്കും, ചായ അറിയാം ഗൈസ്. എനിക്ക് മുട്ട പൊരിക്കാൻ അറിയാം നന്നായിട്ട്. ഞാൻ മുട്ട പൊരിക്കും. ബുൾസൈ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ചായ ഇടും. ഞാൻ മാഗി ഉണ്ടാക്കും, തോരൻ വെക്കും. വലിയ കഷ്ടപ്പെടുന്ന ജോലി. അതെ, എനിക്ക് മുട്ട ബിരിയാണിയൊക്കെ എന്താ എളുപ്പം. ഇതൊക്കെ ഉണ്ടാക്കാൻ ആർക്കും അറിയാത്ത. വേണ്ടടാ ഗൈസ്, നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ കുട്ടി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഒന്നും അറിയത്തില്ല ഗൈസ്, ഇപ്പോഴേ പറഞ്ഞേക്കാം. ഞാൻ വേറെ ഒക്കെ ഉണ്ടാക്കും. ബിരിയാണി അത്ര വലിയ കടമ്പകളിലോട്ടൊന്നും ഞാൻ പോകാറില്ല. എന്തൊക്കെ ഇനി ചെയ്യണം നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ പാത്രം എടുത്ത് അടുപ്പിലോട്ട് വെച്ചു. ഇനി എങ്ങനെയാണ്? ഇനി നമുക്ക് അമ്മ ഉണ്ടാക്കിയ നെയ്യ്. ഗൈസ്, ഇതിനൊരു ഹൈലൈറ്റ് ഉണ്ട്. മാമി ഇങ്ങോട്ട് നോക്ക്. മാമി ഉണ്ടാക്കുന്ന നെയ്യ് നല്ല ഇനം നെയ്കൾക്ക് കോണ്ടാക്ട് ചെയ്യുക. ജയ സുരേഷ് കൈ കൊണ്ടുള്ള നല്ല ഇനം നെയ്കൾക്ക് ഗൈസ്, ഇവിടെ വേറൊരാളുണ്ട്. ഞാൻ കാണിച്ചു തരാം. അമ്മൂമ്മയെ കാണിച്ചു തരാം. സീരിയൽ കണ്ടിരുന്ന വിഷമിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കിയിട്ട് വരാം. മൈ ഗോഡ്, സീരിയൽ കാണുകയാണ്. ചോദിക്കാം. ഹായ് കൊടുക്ക. ഹായ് എടുക്ക്. ഹായ് ഗൈസ്. ഹായ് ഗൈസ് എന്ന് പറ. എന്തോ വേണം ഗൈസ്. ഇതാണ് അമ്മൂമ്മ. ഗൈസ്, ഈ കാർക്കൂന്തലിന്റെ രഹസ്യം
ഏതാ മമ്മി എണ്ണ ധാത്രി? അയ്യോ ധാത്രി എന്നല്ല, ഫ്രീ ആയിട്ട് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തില്ല. നോ, അമ്മയുടെ സീക്രട്ട്. അമ്മയുടെ അമ്മയുടെ കാച്ചി എണ്ണയാണ് ഗൈസ്. കാർക്കൂന്തലിന്റെ രഹസ്യം നോക്കൂ, കാണുന്നില്ലേ നിങ്ങൾ? ബാക്കിലുണ്ട് കാർക്കൂന്തൽ. കാണിച്ചിടോ അമ്മേ കാർക്കൂന്തൽ? നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇങ്ങനെ? കുറച്ച് ഇങ്ങോട്ട് നിന്നിട്ട് തിരിയാണ്. കണ്ടോ ഗൈസ് കാർക്കൂന്തൽ മൊത്തം എടുക്കാൻ പറ്റത്തില്ല. ആഡല്ലേ ഗൈസ്, ആഡല്ലേ. കാർക്കൂന്തല്. ആദ്യം നമ്മൾ നെയ്യ് ഇടാൻ പോവുകയാണ്. പാത്രത്തിലേക്ക് നെയ്യ് ഇട. എത്ര നെയ്യ്? ഇത്രയും നെയ്യ് മതി ഗൈസ്. അല്ല, ഇനിയും വേണം. ഇനിയും കണക്കൊന്നും ചോദിക്കരുത്. എനിക്ക് എത്ര ഇട്ടിട്ട് നമുക്ക് ആദ്യം ഉള്ളി സെറ്റ് ആക്കാം. ഓക്കെ. ഉള്ളിയല്ല, സവോള. ഓക്കെ ഗൈസ്, നമ്മൾ സവാള ഇടുകയാണ്. എന്റെ കൈ ഗൈസ് ഇത് താണ്ടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും ആയില്ല, ഞാൻ വെറുതെ പൊക്കി നോക്കിയതാണ്. ഇത് കുറേ നേരം ഇങ്ങനെ നമ്മൾ ഇളക്കണോ? വേണ്ട, കുറച്ച് നേരം. പിന്നെ എന്തിനാ ഇളക്കുന്നേ? ഓക്കെടാ. ഇങ്ങനെ ഇടും. കറിവേപ്പില ഇട്ടിരിക്കുന്നു. ഓക്കെ മാമി, ഈ സംഭവം കാണിക്കാമോ മീ? ഇത് കാണിക്കാമോ മീ? കണ്ട, ഞാൻ പഠിപ്പിച്ചു കൊടുത്തേണ് ഗൈസ്. നമ്മൾ ഇതുവരെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മസാല എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലേ? എന്താ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്? മുട്ട. മുട്ട ഗൈസ്, മുട്ട. അങ്ങനെ നമ്മൾ മുട്ട എടുക്കാൻ പോവുകയാണ്. മുട്ട എന്ത് ചെയ്യണം? മുട്ട നമ്മൾ ചിക്കാൻ പോവുകയാണ്. ആ മുട്ട ചിക്കി, മറ്റേ മുട്ടത്തോരൻ വെക്കുന്നതിനെ പോലെ അല്ലേ? അതല്ലേ? ആ ഗായ്സ്, ഇതാണ് ഗായ്സ് എൻ്റെ ചേച്ചി ഫ്രം തൃശ്ശൂർ. ഹായ് ഡോക്ടർ. നമ്മുടെ ഫാമിലിയിലെ ഏക ഡോക്ടറാണ്. ഹായ് എടുക്കൂ. ഹായ്. നമ്മൾ ബിരിയാണിക്ക് ചിക്കാൻ വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ചിരിക്കുന്നു. ഗൈസ്, ഇങ്ങനെയാണ് ഇവിടെ നെയ്യ് ഉണ്ടാക്കുന്നത്. പാലിന്റെ പാട എടുത്ത് വെക്കും. കണ്ടോ? ഫ്രീസറിൽ വെക്കും. ആ കുറേ ആകുമ്പോ അതിനെ മിക്സിയിലടിച്ച് പിന്നെ അത് ഉരുക്കി നെയ്യാക്കും. കണ്ടോ? നിങ്ങൾക്കറിയാമോ ഗൈസ് ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കാൻ? ഗൈസ്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന നെയ്യ് കടയിൽ നിന്ന് വാങ്ങുന്നതാണോ ഹോം മെയ്ഡ് ആണോ എന്ന് നിങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? തിന്നാൻ പോവുകയാണ് ഗൈസ്. തിന്നിട്ട് വരാം. ഗൈസ്, മാമിക്ക് ഇത്തിരി മതി എന്ന് പറഞ്ഞ് ഇത്തിരി എടുത്തിട്ട് പോയി കഴിക്കുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. ശ്രവ്യ സുരേഷ് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം. അയ്യോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാം. ഗൈസ്, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളാന്ന് കൊള്ളാം. സീരിയസ്ലി കൊള്ളത്തില്ലെങ്കിൽ നീ കൊള്ളാന്ന് പറയാം. അടിപൊളി ഗൈസ്, സീരിയസ്ലി അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. വളരെ കൊള്ളാം. മുട്ട ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു പറ? സൂപ്പറായിരുന്നു. അതാണ് സൂപ്പറായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയും. ബൈ.